Pray for generation. പ്രൈസ് ദി ലോർഡ്. XLVBS ക്രൈസ്തവ എഴുത്തുപുര നാഷണൽ പ്രയർ മൂവ്മെൻറ്റ് സംയുക്തമായി സംഘടിപ്പിക്കുന്ന തലമുറകൾക്കായി പ്രാർത്ഥിക്കാമെന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരു പ്രാവശ്യം കൂടി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ 3 ദിനങ്ങളിൽ കാസർഗോഡ് മുതലുള്ള ഓരോ ജില്ലകളെയും ഓർത്ത് പ്രാർത്ഥിപ്പാൻ നമ്മെ കർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രാർത്ഥനയിൽ സഭകൾ പങ്കുചേരുന്നു, ഓരോ കുടുംബങ്ങൾ പങ്കുചേരുന്നു, കുഞ്ഞുങ്ങളും യുവജനങ്ങളും കൈകോർക്കുന്നു. നമുക്ക് ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് ഒരുമിച്ച് പ്രാർത്ഥിപ്പാൻ, തലമുറകളെ ഓർത്ത് കരയുവാൻ കർത്താവ് നമ്മളെ ഏൽപ്പിച്ച ആ വലിയ ദൗത്യം ഏറ്റെടുത്ത് നിരവധി ആളുകൾ നമ്മളുടെ കൂടെ കൈകോർക്കുന്നു. നമുക്ക് ഇന്ന് കോഴിക്കോട് ജില്ലയെ ഓർത്ത് പ്രാർത്ഥിപ്പാനുള്ള ദിവസമാണ്. അവിടുത്തെ ഓരോ പഞ്ചായത്തുകളെയും ഓർത്ത് പ്രാർത്ഥിക്കാം, ഓരോ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം, ഭരണ സംവിധാനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ആരാധനയും പ്രാർത്ഥനയും ദൈവവചന കേൾവിയും നമുക്ക് ഓരോരുത്തർക്കും അനുഗ്രഹമാകട്ടെ. പ്രത്യേകാൽ തുടർന്നുള്ള നിമിഷങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ, നിങ്ങളുടെ തലമുറകളെ ഓർത്ത് നിങ്ങൾ വേദനിക്കുന്ന ഏതെങ്കിലും ഭാരപ്പെടുത്തുന്ന വിഷമങ്ങളുണ്ടെങ്കിൽ അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ ദൈവത്തിൻ്റെ വലിയ പ്രവർത്തികൾ ഉണ്ടാകും. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഞങ്ങളിന്ന് കോഴിക്കോട് ജില്ലയ്ക്കായി പ്രാർത്ഥിപ്പാൻ വിവിധ ഇടങ്ങളിൽ നിന്ന് ഒരുമിച്ച് കൂടി വരുമ്പോൾ അങ്ങനെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ വലിയ പ്രവൃത്തി ഞങ്ങളുടെ നടുവിലുണ്ടാകണമേ. കോഴിക്കോട് ജില്ലയുടെ സന്തോഷവും സമാധാനവും നിറഞ്ഞ വലിയ അന്തരീക്ഷം കർത്താവ് നൽകണമേ. കർത്താവ് അങ്ങനെ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിന് നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഒരുമിച്ച് അല്പനിമിഷങ്ങൾ കർത്താവിനെ ആരാധിപ്പാൻ നമുക്ക് സമയം വേർതിരിക്കാം. ബ്രദർ സ്റ്റെഫിൻ ആരാധനയിൽ നമ്മെ നയിക്കും. പോലെ ഞാനും
കേഴുന്നിതാ ആവലാ കേഴുന്നിതാ ആവലാ നിൻ സന്നിധി മതി യേശുവേ നിൻ സാന്നിധ്യം മതി എന്നുമേ നിൻ സന്നിധി മതി യേശുവേ നിൻ സാന്നിധ്യം മതി എന്നുമേ എന്നിലെ നല്ല കാര്യസ്ഥനേ എന്നിലെ നൽവഴി കാട്ടിയേ എന്നിലെ നല്ല കാര്യസ്ഥനേ എന്നിലെ നൽവഴി കാട്ടിയേ ചേർന്ന് പറയാമോ പിരിയാബന്ധമേ പിരിയാബന്ധമേ മാറാ സ്നേഹമേ നീ മതി യേശുവേ പിരിയാബന്ധമേ മാറാ സ്നേഹമേ നീ മതി യേശുവേ നീ മതി യേശുവേ നീ മതി യേശുവേ യേശുവേ അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ യേശുവേ അങ്ങിലലിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നേ യേശുവേ അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ യേശുവേ അങ്ങിലലിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നേ എന്നെ മുറ്റും നീ കഴുകണമേ എന്നേശുവേ നിന്നോട് ചേർന്നു ജീവിപ്പാൻ ഇടയാക്കണേ എന്നെ മുറ്റും നീ കഴുകണമേ എന്നേശുവേ നിന്നോട് ചേർന്നു ജീവിപ്പാൻ ഇടയാക്കണേ യേശുവേ അങ്ങില്ലെങ്കിൽ ജീവിതം വെറും ശൂന്യം യേശുവേ അങ്ങിൽ അലിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കണം ഹല്ലേലൂയ കർത്താവേ അങ്ങില്ലെങ്കിൽ എൻ്റെ ജീവിതം വെറും ശൂന്യമാണ് ഹല്ലേലൂയ കർത്താവേ അങ്ങിൽ അലിയുവാൻ എന്നെ സമർപ്പിക്കുന്നു അപ്പാ എന്നെ മുറ്റും നീ കഴുകണമേ കഴിഞ്ഞ നാളുകളെ ഓർക്കുമ്പോൾ കർത്താവേ പാപത്തിൻ്റെ ചിന്തകളുണ്ട് ഹല്ലേലൂയ അതെല്ലാം ഒന്ന് കഴുകി ഞങ്ങളെ ഒന്ന് ശുദ്ധീകരിക്കണം എത്ര പേർക്ക് പറയാൻ സാധിക്കുന്നു കർത്താവേ അങ്ങില്ലെങ്കിൽ എൻ്റെ ജീവിതം വെറും ശൂന്യമാണ് അങ്ങില്ലെങ്കിൽ എൻ്റെ ജീവിതം വെറും പാഴാണ് ഹല്ലേലൂയ കർത്താവേ എന്നെ ഒന്ന് കഴുകണമേ ഹല്ലേലൂയ ഒരിക്കൽ കൂടി അവരിൽ ചേർന്ന് പാടാം ഹല്ലേലൂയ ഓ യേശുവേ അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ യേശുവേ അങ്ങിലലിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നേ യേശുവേ അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ യേശുവേ അങ്ങിലലിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നേ എന്നെ മുറ്റും നീ കഴുകണമേ യേശുവേ നിന്നോട് ചേർന്നു ജീവിപ്പാൻ ഇടയാക്കണേ എന്നെ മുറ്റും നീ കഴുകണമേ യേശുവേ നിന്നോട് ചേർന്നു ജീവിപ്പാൻ ഇടയാക്കണേ നിൻ സ്നേഹത്താൽ എന്നെ മറക്കണേ യേശുവേ നിൻ ശക്തിയാൽ എന്നെ പൊതിയണേ യേശുവേ നിൻ സാന്നിധ്യം എന്നെ നടത്തണേ യേശുവേ അങ്ങേ ദർശിപ്പാൻ എനിക്കാകണേ യേശുവേ അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ യേശുവേ അങ്ങിലലിയുവാൻ
കർത്താവിനെ ആരാധിപ്പാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. കോഴിക്കോട് ജില്ലയ്ക്കായി എന്ന ദിവസം നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം പ്രാർത്ഥിച്ച ഓരോ ജില്ലകളിലും ഓരോ കുടുംബങ്ങൾക്കും ഓരോ തലമുറകൾക്കും ആ പ്രാർത്ഥനാ നിമിഷങ്ങൾ അനുഗ്രഹമായി മാറി. ദൈവദാസന്മാരോട് ലഭിച്ച വചനങ്ങൾ അത് അനുഗ്രഹമായി മാറി. ഇന്നും നമ്മൾ പ്രാർത്ഥനയ്ക്കായി സമയം വേർതിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലയെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. കോഴിക്കോട് ജില്ല കേരളത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ശക്തമായ നമ്മുടെ സാമൂഹിക വളർച്ചയുടെ കാതലായ സംസ്കാരം ഉൾക്കൊള്ളുന്ന ഒരു ജില്ലയാണ് കോഴിക്കോട് ജില്ല. 6 ലക്ഷത്തിൽ പരം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന മനോഹരമായ ജില്ല. എല്ലാ മേഖലയിലും തന്നെ വളർച്ചയുടെ മുൻപന്തിയിൽ നിൽക്കുന്ന കോഴിക്കോട് ജില്ലയിൽ നമുക്ക് ബ്രിട്ടീഷ് കാലഘട്ടം മുതൽ നോക്കിയാൽ എല്ലാ കാലഘട്ടത്തിലും കോഴിക്കോട് ജില്ലയെക്കുറിച്ച്, അതിൻ്റെ ഭരണത്തെക്കുറിച്ച്, അതിൻ്റെ വളർച്ചയെക്കുറിച്ചൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ പ്രാർത്ഥനയ്ക്കായി സമയം വേർതിരിക്കുകയാണ്. ആത്മീയമായി, സാംസ്കാരികമായി, സാമൂഹികമായി, വിദ്യാഭ്യാസ മേഖലയിൽ എല്ലാ നിലവാരത്തിലും കോഴിക്കോട് ജില്ലയിൽ വലിയ വളർച്ചയുണ്ടാകും, വലിയ മുന്നേറ്റമുണ്ടാകുവാൻ നമുക്ക് ഭരണ സംവിധാനങ്ങൾക്കായി പ്രാർത്ഥിക്കാം. ആത്മീയമായി, ഭൗതികമായ മേഖലകൾക്കായി പ്രാർത്ഥിക്കാം. അതിന് നേതൃത്വം നൽകുന്ന സാരഥികളായ ചുക്കാൻ പിടിക്കുന്ന ഓരോരുത്തരെയും ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾക്കായി സഭാവിദ്യാസം എന്നെ വിവിധ സംഘടനകൾ കോഴിക്കോട് ജില്ലയിൽ കുഞ്ഞുങ്ങൾക്കായി പ്രവർത്തിക്കുന്നു. അവരെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ സമയം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കായി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഓരോ കുടുംബങ്ങൾക്കായി നമ്മൾ പ്രത്യേകം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്ന് നമ്മൾ കോഴിക്കോട് ജില്ലയ്ക്കായി പ്രാർത്ഥിക്കും. വലിയ മാറ്റങ്ങൾ കോഴിക്കോട് ജില്ലയിൽ, വലിയ അനുഗ്രഹങ്ങൾ, വലിയ സന്തോഷ വാർത്തകൾ കോഴിക്കോട് ജില്ലയിൽ നിന്നുണ്ടാകട്ടെ. നമുക്ക് ഒരുമിച്ച് അല്പനിമിഷങ്ങൾ പ്രാർത്ഥിക്കാൻ സമയം വേർതിരിക്കുമ്പോൾ പ്രിയ ജോൺ പാസ്റ്റർ പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥനയിൽ സമയം വേർതിരിക്കാം. നമ്മുടെ തലകളെ വണക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് പരിശുദ്ധ പിതാവേ, ഞങ്ങൾ ദൈവസന്നിധാനത്തിലേക്ക് അടുത്ത് വരുന്ന കർത്താവേ, ഞങ്ങൾ ഓരോ ജില്ലകളെ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കർത്താവ് പ്രാർത്ഥിക്കുവാനായിട്ടിടയായി തീർന്നു. കർത്താവ് ഇന്ന് കോഴിക്കോട് ജില്ലയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹാലലിയ. കോഴിക്കോട് ജില്ലയിൽ ഈ ദിവസങ്ങളിൽ വലിയൊരു ദൈവത്തിൻ്റെ പ്രവൃത്തി കർത്താവേ ആ ദേശത്ത് അയക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങൾ പല കുടുംബങ്ങളിലിരുന്ന കർത്താവേ, പല സ്ഥലങ്ങളിലിരുന്ന കർത്താവേ, ഞങ്ങളുടെ കർത്താവേ ഹാലേലിയ, ഞങ്ങളുടെ കേരളത്തിലെ കർത്താവ് ഓരോ ജില്ലകളെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഓരോ ജില്ലയിലും ദൈവത്തിൻ്റെ പ്രവൃത്തി ദിവസങ്ങൾ അടുത്ത് കാണുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. കോഴിക്കോട്ടെ ജില്ലയിൽ ദൈവത്തിന് വലിയ കരവിടെ നിറങ്ങട്ടെ കർത്താവേ. അവിടെയുള്ള കർത്താവ് എല്ലാ കർത്താവ് ദൈവദാസന്മാരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. അവിടെയുള്ള എല്ലാ കർത്താവ് സഭകളെ ഓർത്ത്, ചർച്ചകളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. പ്രശ്നത്തിലൂടെ പ്രതികൂലങ്ങളെ കടന്നു പോകുന്ന അനേക ദൈവമക്കളുണ്ട്. അവരെല്ലാം ഞങ്ങൾ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. കർത്താവിടെ പ്രവർത്തിക്കുന്ന കർത്താവേ, യൂത്ത് മിനിസ്ട്രീസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അവരുടെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണമേ. കുഞ്ഞുങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന കർത്താവ്, എല്ലാ പ്രവർത്തകരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. വലിയൊരു ദൈവച്ചാൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ കർത്താവ് ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു. സ്കൂളിൽ പഠിക്കുന്ന കർത്താവേ, എല്ലാ കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. എല്ലാ സ്കൂളുകൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, കോളേജുകൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യൗവനക്കാരും കർത്താവ് ലോകത്തിൻ്റെ മോഹങ്ങളിലേക്ക് ഓടിപ്പോവാൻ ഇടയാക്കി തീർക്കാതെ കർത്താവ് ഈ ദിവസത്തിൽ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം അവരെ മാടി വിളിക്കുവാൻ കർത്താവെ ഇടയാക്കി തീർക്കുവാൻ കർത്താവെ വൈകിയ സമയത്ത് ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. അതേശത്തെ ഒരു കർത്താവ് ഉണർവായിക്കട്ടെ കർത്താവേ. ഒരു ദൈവപ്രവൃത്തി കർത്താവേ അവിടെയുള്ള കർത്താവേ ഹാലിയ യുവജനങ്ങളുടെ അടുക്കൽ കർത്താവേ ഇറങ്ങിച്ചെല്ലട്ടെ കർത്താവ്. പരിശുദ്ധാത്മാവിൻ്റെ ഒരു സാന്നിധ്യം കർത്താവ് ദിവസങ്ങളിൽ പകരുന്നതായി തീരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. കർത്താവേ ഹല്ലേലൂയ. അവിടുത്തെ കർത്താവ് ജില്ലാ കളക്ടർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. കർത്താവേ ഹല്ലേലൂയ. MLA-മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, MP-മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ. എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവീയ സമാധാനം കർത്താവേ ആ ജില്ലയിൽ നൽകിക്കൊടുക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. വലിയൊരു ഉണർവിൻ്റെ കർത്താവ് ഒരു ദിവസങ്ങളാക്കി ആ ദേശം തീർക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. കരയുന്ന അനേക മാതാക്കൾ കർത്താവേ കോഴിക്കോട്ടിലെ കർത്താവ് പല സ്ഥലങ്ങളിലുണ്ടല്ലോ കർത്താവ്. അവരെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുന്ന അനേക പിതാക്കന്മാരുണ്ടല്ലോ, അവരെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനേക കർത്താവ് ദൈവദാസന്മാർ കർത്താവ്, ദൈവദാസിമാർ കർത്താവ് കോഴിക്കോട്ടിൻ്റെ കർത്താവ് പല ദേശത്തിൽ കർത്താവ് പല സ്ഥലങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്. മടുത്തു പോകാതെ ഈ ദിവസങ്ങളിൽ കർത്താവ് പ്രാർത്ഥിക്കുക, അവരുടെ ദൈവജനത്തെ അവിടെ ഒരുക്കുക ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ്. ദിവസങ്ങളിൽ വലിയൊരു ആത്മസാന്നിധ്യം, ആത്മീയ ചലനം കർത്താവ് ആ ദേശത്തിൽ പകരപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ്. അല്ലെങ്കിൽ ദിവസം നടക്കുന്ന പ്രാർത്ഥന കർത്താവ് വലിയൊരു ദൈവപ്രവൃത്തി കാരണമായി
അനുഗ്രഹമായി തീരട്ടെ കർത്താവേ. കർത്താവേ, അവിടെ കർത്താവേ നിലകൊള്ളുന്ന കർത്താവേ എല്ലാ ജാതീയ പോരുകളെ ഞങ്ങൾ തകർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. യേശുവിന്റെ സ്നേഹം ഈ ദിവസത്തിൽ കർത്താവേ അവിടെ ഇറങ്ങിച്ചെല്ലുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. വഴിയോര സുവിശേഷം നടത്തുന്ന അനേക ദൈവദാസന്മാരുണ്ടല്ലോ, അനേക മിനിസ്ട്രികളുണ്ടല്ലോ, അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അനേക പ്രതിസന്ധിയിലൂടെയൊക്കെ കടന്നു പോകുന്നവരെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ദിവസങ്ങളിൽ കർത്താവേ ഹല്ലേലൂയ, യേശു ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ലാത്ത സ്ഥലങ്ങളിലേക്ക് യേശു ക്രിസ്തു സ്നേഹം ഒന്ന് കടന്നു ചെല്ലട്ടെ. യേശു ക്രിസ്തു ആരാണെന്ന് തിരിച്ചറിഞ്ഞ ദിവസങ്ങളായി തീരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദേശത്തുള്ള ദൈവപ്രവൃത്തി ദിവസങ്ങളിൽ കാണുവാൻ കർത്താവയുടെ നെടിയാക്കി തീർക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഞങ്ങൾ ഒരുമിച്ച് കർത്താവേ ഞങ്ങളുടെ ദേശത്തിൽ കർത്താവേ പല സ്ഥലങ്ങളിലിരുന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ നീതിയുടെ കരവിടെ നിറങ്ങട്ടെ കർത്താവേ. അതിൽ കർത്താവേ നിങ്ങളുടെ ദൈവം എവിടെയെന്ന് ജാതികൾ ചോദിക്കുവാനിട്ടിടയായി തീരാതെ ഞങ്ങളുടെ ദൈവമോ അവൻ സ്വർഗത്തിലുണ്ട്, തനിക്കിഷ്ടമുള്ളതൊക്കെ അവൻ ചെയ്യുന്നെന്ന് പറയുന്നെങ്കിൽ ഈ ദിവസത്തിൽ കർത്താവേ ഞങ്ങളുടെ ദൈവം അവൻ ഉയരത്തിലുണ്ട്, അവൻ തനിക്കിഷ്ടമുള്ളതൊക്കെ കർത്താവ് ചെയ്തെടുക്കുന്ന ദൈവമെങ്കിൽ ഈ ദിവസത്തിൽ കർത്താവേ ഓരോ കർത്താവേ ഹല്ലേലൂയ അല്ല ജില്ലയുടെ മേൽ കർത്താവ് ദൈവത്തിന് കരമിറങ്ങട്ടെ കർത്താവേ. പ്രത്യേക കർത്താവേ കോഴിക്കോട് ജില്ലയെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഞാൻ അനുഗ്രഹിക്കുന്ന കർത്താവേ. അവിടെ എല്ലാ കർത്താവ് ദേശവാസികളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ദൈവ സ്നേഹം കർത്താവേ കർത്താവ് ദേശം കടന്നു ചെല്ലുവാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ. കൃപ സാന്നിധ്യം ഞങ്ങളുടെ മേലോടൊന്ന് പകരുന്നതിനായ സ്തോത്രം. ദൈവ സാന്നിധ്യം നിറയ്ക്കണമേ. പ്രാർത്ഥനയോട് കേട്ടിരിക്കുക. സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. പ്രാർത്ഥന കേട്ട കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. തുടർന്ന് ദൈവവചനം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളുടെ പരിശുദ്ധാത്മാവ് സംസാരിച്ചത് കുടുംബങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു, വ്യക്തി ജീവിതങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു. പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ, ദൈവവചനം കേൾക്കുന്ന നിമിഷങ്ങളിൽ നിങ്ങൾക്ക് കുടുംബമായിട്ട് ഈ മീറ്റിങ്ങുകളിൽ അറ്റൻഡ് ചെയ്യാം. നിങ്ങളുടെ സഭകളുടെ ഗ്രൂപ്പുകളിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഇതിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ തലമുറയെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച് വ്യക്തിപരമായ ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കാം. നിങ്ങൾക്ക് ഏതെങ്കിലും കൗൺസിലിംഗ് നിങ്ങളുടെ തലമുറകൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കാം. പ്രത്യേകിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ, ജോലിക്കായി ശ്രമിക്കുന്ന കുഞ്ഞുങ്ങൾ, അവരെയൊക്കെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അവരുടെ മേലെല്ലാം വലിയ കരുണ ചൊരിയട്ടെ. മാതാപിതാക്കൾക്ക് ഇതിൽ വലിയ കടമയുണ്ട്, കർത്തവ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, സൂസന്ന വെസ്ലി എന്ന സഹോദരിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 19 മക്കളുണ്ടായിരുന്നു ആ സഹോദരിക്ക്. ദീർഘവർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ആ സഹോദരി ഒരു പുസ്തകം എഴുതിയിട്ടില്ല, ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിനും നേതൃത്വം നൽകിയിട്ടില്ല, ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിനും വലിയ പ്രസംഗങ്ങൾ നടത്തിയിട്ടില്ല. പക്ഷേ ആ സഹോദരി അറിയപ്പെടുന്നത് മദർ ഓഫ് മെത്തഡിസം എന്നാണ്. മെത്തഡിസ്റ്റ് ചർച്ചകളുടെ അമ്മ എന്നാണ് സൂസന്ന വെസ്ലി അറിയപ്പെടുന്നത്. കാരണം തൻ്റെ 19 മക്കളിൽ 9 മക്കൾ ചെറിയ പ്രായത്തിൽ തന്നെ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. ബാക്കിയുള്ള തലമുറകളെ ഓരോ ദിവസവും പ്രാർത്ഥനയിലും ദൈവവചനത്തിലും ഭക്തിയിലും വളർത്തുവാൻ ആ സഹോദരി ഓരോ ദിവസവും തൻ്റെ കഷ്ടപ്പാടിലും ആ സഹോദരി മുൻതൂക്കം കൊടുത്തു. തൻ്റെ കുഞ്ഞുങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ശീലിപ്പിച്ചു, വചനം പങ്കുവെച്ചു കൊടുത്തു. ഓരോ ദിവസവും ദൈവഭയത്തിൽ ആവശ്യങ്ങൾ ദൈവത്തോട് പങ്കുവെക്കുവാൻ, പ്രാർത്ഥനയിൽ കൂടുതൽ സമയം ചെലവഴിക്കുവാൻ കുഞ്ഞുങ്ങളെ ആ സഹോദരി പ്രേരിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ആ സഹോദരിയുടെ 2 മക്കൾ ലോകത്ത് വലിയ ആത്മീയ മുന്നേറ്റമുണ്ടാക്കിയ, അനേകം ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ വചനം വിതറിയ കുഞ്ഞുങ്ങളായി മാറി. ജോൺ വെസ്ലിയും ചാൾസ് വെസ്ലിയും അവരിലൂടെ ശക്തമായ സുവിശേഷ പ്രവർത്തനങ്ങൾ നടന്നു. അനവധി കുഞ്ഞുങ്ങൾ, യുവജനങ്ങൾ, തലമുറകൾ ദൈവത്തെ അറിയുവാനിടവന്നു. ദേശത്ത് വലിയ ആത്മീയ ഉണർവുകൾ ഉണ്ടായി. സൂസന്ന വെസ്ലിയുടെ ലഭിച്ച, തൻ്റെ മാതാവിലൂടെ ലഭിച്ച ആ അറിവുകൾ, ആത്മീയ അനുഭവങ്ങൾ തലമുറകൾ ആ ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുവാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ജോൺ വെസ്ലിയുടെ, ചാൾസ് വെസ്ലിയുടെ ആ അമ്മ ഇന്ന് ലോകത്ത് അറിയപ്പെടുന്നത് മദർ ഓഫ് മെത്തഡിസം എന്നാണ്. മെത്തഡിസ്റ്റ് ചർച്ചകളുടെ അമ്മ എന്ന പേരിൽ അറിയപ്പെടുവാൻ ആ സഹോദരിക്ക് കഴിഞ്ഞത് എന്താണ്? പ്രാർത്ഥനാ ജീവിതമാണ്. തൻ്റെ തലമുറയെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതാണ്. ഇന്ന് നമുക്ക് ആ ശ്രമം ഏറ്റെടുക്കാം. തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ശക്തമായി കർത്താവ് ഉപയോഗിച്ചിരിക്കുന്ന ടാമി ചർച്ചകളുടെ ശുശ്രൂഷകൻ കൂടെ ആയിരിക്കുന്ന, തെക്കേമലയിൽ ശുശ്രൂഷയിലായിരിക്കുന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ, എക്സൽ മിനിസ്ട്രിയുടെ സ്നേഹിതൻ കൂടെ ആയിരിക്കുന്ന പ്രിയ സാമണ്ണിൽ പാസ്റ്റർ തുടർന്ന് നമ്മോട് സംസാരിക്കുന്നു. ഈ സന്ദേശം അനേകരിലേക്ക് എത്തിക്കുക. ഈ സന്ദേശം കേൾക്കുവാൻ നിങ്ങൾ കാതോർക്ക്, പ്രാർത്ഥനയോടെ ഇരിക്കുക. ദൈവം നിങ്ങളോട് സംസാരിക്കും. തുടർന്നുള്ള നിമിഷങ്ങൾ നിങ്ങളുടെ അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളാകട്ടെ, തലമുറയുടെ മാറ്റത്തിൻ്റെ നിമിഷങ്ങളാകട്ടെ. വളരെ പ്രാർത്ഥനയോടെ, സ്നേഹത്തോടെ പ്രിയ ദേവദാസനെ തുടർന്നുള്ള ശുശ്രൂഷകയായി ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ അനുഗ്രഹീതമായ ഈ നല്ല നിമിഷം എക്സൽ മിനിസ്ട്രീസും ക്രൈസ്തവ എഴുത്തുപുരയും നാഷണൽ പ്രയർ മൂവ്മെൻറ്റ്സോടെ ചേർന്ന് നടത്തുന്ന പ്രാർത്ഥനാ സംഗമത്തിൻ്റെ ഈ 4ാമത്തെ ദിവസം
തലമുറകൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ വേർതിരിക്കുന്ന ഈ നല്ല സമയങ്ങളെ ഓർത്ത് കർത്താവിനെല്ലാം മഹത്വവും ആരാധനയും പുകഴ്ചയും അവിടുന്ന് അർപ്പിക്കുന്നു. ഓരോ വ്യക്തികളും ഓരോ കുടുംബങ്ങളായി മാറുന്നു. കുടുംബങ്ങൾ പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സ്വപ്നം കാണുന്ന ഒരനുഭവമാണ് അടുത്തൊരു തലമുറ എന്നുള്ളത്. ആത്മീയ ജീവിതാനുഭവത്തിലാകുന്ന മാതാപിതാക്കൾ എന്നും പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുന്നതാണ് തൻ്റെ മക്കളുടെ ആത്മീയ ജീവിതം എന്നുള്ളത്. ഏതൊരു തലത്തിലും അടുത്തൊരു തലമുറയാണ് അതിൻ്റെ നിലനിൽപ്പ്, അല്ലെങ്കിൽ ആ സംവിധാനത്തിൻ്റെ നിലനിൽപ്പുകൾ എന്ന് പറയുന്നത്. എന്നാൽ ഈ സമയം ഓരോ ജില്ലകൾ മാറി മാറി എക്സൽ മിനിസ്ട്രീസിൻ്റെ നേതൃത്വത്തിൽ തലമുറകൾക്ക് വേണ്ടി അവിടുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് എൻ്റെ അകത്തു നൽകിയ ഒരു നിയോഗം, നിയമനം തിരിച്ചറിയുക എന്ന ഒരു സബ്ജക്റ്റ് ദൈവമക്കളുടെ മുൻപിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിനാധാരമായി ദൈവവചനത്തിലെ ഒരു ഭാഗം നമ്മൾ അവിടുന്ന് ധ്യാനിക്കുമ്പോൾ ഇരമ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ അതിൻ്റെ 1-ാം അധ്യായമാണ് അതിനാധാരമായി കിടക്കുന്നത്. എങ്കിലും 1-2 പദങ്ങൾ മാത്രം വേഗത്തിലൊന്ന് പറയാം. 1-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം, യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. ഇവിടെ ഒരു ബാലനും ഒരു ദൈവത്തിൻ്റെ ആത്മാവുമല്ലേ ദൈവവുമായുള്ള സംഭാഷണമാണ്. ആ സംഭാഷണത്തിൻ്റെ 3 പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ്സുകളാണ് നമ്മൾ 4-ാം വാക്യത്തിനകത്തും 5-ാം വാക്യത്തിനകത്തുമായി കാണുന്നത്. ഈ ഒരു ദൈവശബ്ദം ഉയർന്നു വരുമ്പോൾ 6-ാമത്തെ വാക്യത്തിൽ അതിൻ്റെ മറുപടിയാണ്, എന്നാൽ ഞാൻ അയ്യോ യഹോവയായ കർത്താവേ, 1 എനിക്ക് സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ, 2 ഞാൻ ബാലനല്ലോ എന്ന് പറഞ്ഞു. ഈ പദം ബാലനല്ലോ എന്ന് താൻ സ്വയം പറയുന്ന ആ ഒരു ഏജിനെ, ആ ഒരു പ്രായത്തെ നമ്മൾ ഒന്ന് മനസ്സിലാക്കിയാൽ 5 വയസ്സ് വരെയുള്ള ഒരു കുഞ്ഞിൻ്റെ അനുഭവത്തെ നോക്കി ഏർലി ചൈൽഡ്ഹുഡ്, ബാല്യകാലം, ശൈശവകാലം എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു കാലമാണ്. പിന്നത്തേതിൽ വരുന്ന 6 മുതൽ 12 വയസ്സ് വരെയുള്ള കാലഘട്ടത്തെ, പ്രായത്തെ നോക്കി മിഡിൽ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്ന ഒരു സമയമാണ്. പിന്നത്തേതിലുള്ള 13 മുതൽ, അല്ലെങ്കിൽ 12 മുതൽ വേണമെങ്കിൽ ചേർത്ത് പറയാം, എന്നാൽ 13 മുതൽ മുന്നോട്ടുള്ളതായ ആ കാലഘട്ടങ്ങളെ, 18 വയസ്സ് വരെയുള്ള ആ കാലഘട്ടങ്ങളെ, അല്ലെങ്കിൽ 19 വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങളെ നമ്മുടെ ഭാഷയിൽ ടീനേജ് എന്ന് വേർതിരിക്കുന്നു. കൗമാരപ്രായമെന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു കാലഘട്ടം, അല്ലെങ്കിൽ ഒരു ഏജാണ്. ഈ ഏജിൻ്റെ അകത്താണ് തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഏറ്റവും അധികം ആഹ്വാനങ്ങൾ ദൈവവചനത്തിനകത്തൂടെ നമുക്ക് ലഭിക്കുന്നതും. ഈ കാലഘട്ടത്തിലാണ് ദൈവം ശക്തന്മാരായ അനേകരെ ആത്മതലത്തിൽ ഉപയോഗിച്ചിട്ടുള്ളതും. പഴയ നിയമത്തിൽ പ്രവാചകന്മാരായും രാജാക്കന്മാരായും അഭിഷേകം ചെയ്ത അനവധി ആളുകളുടെ, അല്ലെങ്കിൽ വ്യക്തിത്വങ്ങളുടെ ചരിത്ര മാറ്റങ്ങൾ സംഭവിച്ച ഒരു കാലമാണ്, അല്ലെങ്കിൽ ഒരു പ്രായമാണ് ഈ ബാല്യകാലം, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഈ ഒരു ചെറുപ്രായം, 18 വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങൾ. ഇതിനകത്ത് പ്രവാചകന്മാർ വന്നിട്ടുണ്ട്, ഇതിനകത്ത് രാജാക്കന്മാർ വന്നിട്ടുണ്ട്. യേശു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ അനുഭവത്തെ
എൻ്റെ ചിന്തയ്ക്കകത്ത് ഞാൻ കൊണ്ടുവരുന്നത് 12-ാം വയസ്സിൽ ദേവാലയത്തിനകത്തിരുന്നു കൊണ്ട് ശക്തമായ നിലയിൽ തന്നെ നിയമിച്ച ആ ഒരു നിയമനത്തെ താൻ സ്വയം തിരിച്ചറിഞ്ഞ്, മാതാപിതാക്കൾ എത്രത്തോളം അത് തിരിച്ചറിഞ്ഞു എന്നുള്ളതൊരു സംശയാസ്പദമായ കാര്യമാണ്. ദാവീദിന്റെ മേൽ പകർന്ന ദൈവകൃപയുടെ അഭിഷേകം ദാവീദ് തൻ്റെ ബാല്യകാലത്തിൽ തിരിച്ചറിഞ്ഞതുപോലെ എത്രത്തോളം മാതാപിതാക്കൾ തിരിച്ചറിഞ്ഞു എന്നുള്ളത് സംശയമാണ്. ഇവിടെ യിരെമ്യാവും നമ്മൾ കാണുന്നത് പോലെ തൻ്റെ മേലുള്ള അഭിഷേകത്തിൻ്റെ അനുഭവം മറ്റുള്ളവർ എത്രത്തോളം തിരിച്ചറിഞ്ഞു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. എന്നാൽ ഇവിടെ യിരെമ്യാ പ്രവചനത്തിൻ്റെ അകത്ത് ശക്തമായി കാണുന്ന, എന്നെ അകത്ത് വന്ന ഒന്നാമത്തെ ഒരു ചിന്ത ഇതാണ്: യഹോവയും താനും, എൻ്റെ ബാക്കി ഞാൻ ഉപയോഗിച്ചോട്ടെ, ബാലനും യഹോവയും തമ്മിലുള്ള ഒരു സംസാരം. ആ സംസാരത്തിൽ യഹോവ ശക്തമായി തനിക്കൊരു പ്രബോധനം കൊടുക്കുകയാണ്. എൻ്റെ വാക്ക് ഞാൻ ചേർത്ത് പറയാം: കുഞ്ഞെ, നീ ബാലനാണെന്ന് പറഞ്ഞ് നീ ഒതുങ്ങി നിൽക്കരുത്. നിന്റെ നിയമനം ഒന്ന് തിരിച്ചറിയുക. ഒന്ന്, ആരാണ് നിയമിക്കുന്നത്? നിയമിക്കുന്നവൻ മറ്റാരുമല്ല, സർവശക്തനായ ദൈവമാണ്. എപ്പോഴാണ് നിയമിച്ചത്? അവിടെ 2 പദങ്ങൾ കൊടുത്തിട്ടുണ്ട് 4-ാം വാക്യത്തിനകത്ത്. ആമേൻ, ഹല്ലേലൂയ. നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുൻപ്, എൻ്റെ മാതാവും എൻ്റെ പിതാവും ഒരു മകനായി ഞാൻ ജനിക്കുമെന്നറിഞ്ഞതിനു മുൻപേ എന്നെ സ്വർഗം നിയമിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. 2-ാമത്തെ പദം അവിടെ കൊടുത്തിരിക്കുന്നതിന് വളരെ ചിന്തിപ്പിച്ചൊരു പദമാണ്. ആമേൻ, ഹല്ലേലൂയ. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. അടുത്തൊരു പദം അതിനോട് ചേർത്തൊന്ന് പറഞ്ഞോട്ടെ: നിന്റെ അമ്മയുടെ ഉദരത്തിനകത്തു നിന്ന് പുറത്തു വരുന്നതിന് മുൻപേ നിന്നെ ഞാൻ നിയമിച്ച നിയമനത്തിനു വേണ്ടി ഞാൻ നിന്നെ വിശുദ്ധനാക്കി നിർത്തിയിരിക്കുകയാണ്. ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പം ഈ പദങ്ങൾ കൊണ്ട് കർത്താവ് പറയാ, ഇനി ആ നിയമനം എന്തിനാണ് നിയമിക്കുന്നത്? അവിടെ പറയുന്നു, ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന മാതാവേ, പിതാവേ, ഞാൻ ശക്തമായി ഇന്ന് ഈ സമയം നിങ്ങളുടെ ഒരു കൂടപ്പിറപ്പിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളോടൊന്ന് പറഞ്ഞോട്ടെ: ദൈവം ആ കുഞ്ഞ് ജനിക്കുന്നതിന് മുൻപ്, ആ കുഞ്ഞിനെ കുറിച്ചൊരു ധാരണ നമ്മുടെ അകത്ത് വരുന്നതിന് മുൻപ്, അതാണാണോ പെണ്ണാണോ നാം അറിയുന്നതിന് മുൻപ്, ആ തലമുറയെക്കുറിച്ച് ദൈവം നിയമിച്ച നിയമനമൊന്നറിയാൻ ഈ ദിവസങ്ങൾ നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കാം. കോഴിക്കോട് ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ സമയം എൻ്റെ ആഗ്രഹമാണ്, കോഴിക്കോട് ജില്ല മാത്രമല്ല, കേരള സംസ്ഥാനം മാത്രമല്ല, ഭൂലോകത്തിലുള്ള എല്ലായിടങ്ങളിലും ഈ ശബ്ദം ചെന്നെത്തുന്ന എല്ലാ മേഖലയിലുമുള്ള മാതാപിതാക്കൾ ആത്മാർത്ഥമായി നമുക്കൊന്ന് ദൈവപാദമെടുത്തെങ്കിൽ നിലവിളിക്കാം. എൻ്റെ കുഞ്ഞിനെ കുറിച്ച് ദൈവം വെച്ചിരിക്കുന്ന ഒരു നിയമനമുണ്ടല്ലോ, ആ നിയമനം എന്താണെന്ന് എൻ്റെ ദൈവമേ എനിക്ക് അവിടുന്ന് ബോധ്യമാക്കി തരണമേ. ആമേൻ. ആത്മാർത്ഥമായി എത്ര പേർ ഇന്ന് രാത്രി അതിനു വേണ്ടി പ്രാർത്ഥിക്കും? അപ്പുറത്തെ വീട്ടിലെ കുഞ്ഞ് എന്താകുന്നു എന്നോർത്ത്, അല്ലെങ്കിൽ അതിനെ കണ്ടല്ല എൻ്റെ തലമുറ ആരായി മാറണമെന്ന്. നമ്മുടെ തലമുറയെ കുറിച്ച് ദൈവത്തിനൊരു നിയമനമുണ്ട്. ആ നിയമനം തിരിച്ചറിയാൻ ഞാൻ അടുത്തൊരു പദം കൂടെ ആവർത്തിച്ചോട്ടെ. എന്നെ കേൾക്കുന്ന ആമേൻ, ബാല്യകാലത്തിൽ, ഇവിടുത്തെ പദം ഞാൻ എടുക്കുകയാണ്, ബാല്യപ്രായത്തിലായിരിക്കുന്ന ആമേൻ, ഹല്ലേലൂയ, എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഈ ശബ്ദം കേൾക്കുമ്പോൾ എക്സൽ മിനിസ്ട്രീസിന്റെ ഭാഗമായി കഴിഞ്ഞ നാളുകളിൽ ദൈവവചനം പഠിച്ച, ആമേൻ, ഹല്ലേലൂയ, പാട്ടുകൾ പാടിയ, BBSകളിൽ അറ്റൻഡ് ചെയ്ത, ഇന്നും ആമേൻ അടുത്ത ദിനങ്ങളും ഇതിന്റെ ഭാഗമായി മാറാൻ പോകുന്ന എൻ്റെ ബാല്യ സുഹൃത്തുക്കളെ, നിങ്ങളുടെ പ്രായത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് നിങ്ങൾ ഇന്ന് ദൈവത്തോടൊന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. കർത്താവേ, എന്നെ കുറിച്ചുള്ള അങ്ങയുടെ നിയമനം എന്താണ്? അതെനിക്കൊന്ന് ബോധ്യമാക്കി തരണം, അതെനിക്കൊന്ന് നൽകി തരണമേ എന്ന്
ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഇതിന് മുൻപിലെ റിസൾട്ട് വേഗത്തിലൊന്ന് പറയാം. ആമേൻ, ഹല്ലേലൂയ. 6-ാമത്തെ വാക്യത്തിൽ, എന്നാൽ ഞാൻ അയ്യോ യഹോവയായ കർത്താവേ, എനിക്ക് സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ. ഉണ്ടോ? ബാലനായ ബാല്യകാല പ്രായത്തിൽ നിൽക്കുന്ന അദ്ദേഹം ദൈവത്തോട് സംസാരിക്കുന്ന ഒരാത്മതലത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം പറയുന്നു, എനിക്ക് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ. എന്നെ കേൾക്കുന്ന പ്രിയ കുഞ്ഞെ, നിനക്ക് സംസാരിപ്പാൻ അറിയില്ലെങ്കിലും നീ ജനിക്കുന്നതിന് മുൻപേ നിന്നെ നിയമിച്ച നിയമനത്തിനു വേണ്ടി ദൈവം ചിലത് കരുതി വെച്ചിട്ടുണ്ട്. അതങ്ങനെ തന്നെ നിവർത്തിയാകും. ഇന്ന് നിന്റെ ബലഹീനതയോർത്ത് നീ ഭാരപ്പെടണ്ട. പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ, പ്രാർത്ഥിക്കുന്ന തലമുറയെ ഉയർത്തിയെടുക്കുന്ന ഒരു ദൈവമുണ്ട്. വിക്കനായവരെ ഉയർത്തിയില്ലേ? അവൻ സംസാരശേഷി ഇല്ലാത്തവരെ സംസാരിപ്പിച്ചില്ലേ? അങ്ങനെങ്കിൽ നിനക്ക് സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ എന്നുള്ള നിന്റെ ബലഹീനത ഒരു ബലഹീനതയല്ല. ദൈവം നിന്നെ ഉപയോഗിക്കുവാൻ സമയമായി. ആമേൻ, ഹല്ലേലൂയ. രണ്ടാമത് താൻ പറയുന്ന അടുത്തൊരു അനുഭവം, പ്രൈസ് ദി ലോർഡ്. ആമേൻ, എനിക്ക് സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ, ഞാൻ ബാലനാണ്. അതിന് ദൈവത്തിന്റെ മറുപടി, ആമേൻ, ഹല്ലേലൂയ, ഞാൻ ബാലനല്ലോ എന്ന് പറഞ്ഞ് അതിനെ യഹോവ എന്നോട് അരുളി ചെയ്തത്, ഞാൻ ബാലൻ എന്ന് നീ പറയരുത്. ഹല്ലേലൂയ. ബാല്യകാലത്തിൽ ബാല്യപ്രായത്തിൽ നിൽക്കുന്ന, ആമേൻ, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ആത്മാവിൽ പറയട്ടെ, പറയരുതാത്തത് നാം പറയരുത്. എന്തു പറയരുതെന്ന? നീ ബാലനാണെന്ന് പറയരുത്. അതിനൊരു പദം ഞാൻ കൊണ്ടുവരാം. എന്റെയും നിങ്ങളുടെയും അകത്തും, എന്റെയും നിങ്ങളുടെയും തലമുറകളുടെ അകത്തും ബലഹീനതകൾ പറയാൻ, എൻ്റെ വാക്ക്, ആയിരക്കണക്കിന് അനുഭവങ്ങൾ ഉണ്ടാകാം. പക്ഷെ ദൈവം കണ്ടത് നിന്റെ ബലഹീനതയാണ് ദൈവത്തിന് ഉപയോഗിക്കാൻ കണ്ട ഏറ്റവും വലിയ യോഗ്യത എന്ന് മനസ്സിലാക്കി ധൈര്യത്തോടെ ഇന്ന് ഞാൻ ആത്മാവിൽ നിങ്ങൾക്ക് കൈമാറാം. ബലഹീനതകളെ കുറിച്ച് പറയരുത്. അടുത്ത പദം കർത്താവ് പറയുന്നു, ഞാൻ ബാലനെന്ന് നീ പറയരുത്. പിന്നെ നീ എന്തു ചെയ്യണം? ഞാൻ നിന്നെ അയക്കുന്ന ഏവരുടെയും അടുക്കൽ നീ പോണം. 2, ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും നീ സംസാരിക്കണം. 2 പദങ്ങൾ ശ്രദ്ധിക്കുക. 1, നീ പോകണം. 2, നീ സംസാരിക്കണം. എവിടെ പോകണം? ഞാൻ പറയുന്നിടത്ത് പോകണം. എന്തു പറയണം? ഞാൻ പറയുന്നത് പറയണം. അടുത്ത്, ഇനി എന്തു ചെയ്യരുത്? നീ ആരെയും ഭയപ്പെടരുത്. നീ അവരെ ഭയപ്പെടരുത്. നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. 3 പദങ്ങൾ അവിടെ ഒന്നുകൂടെ ഞാൻ പറയാം. പോകേണ്ടിടത്ത് പോകണം, പറയേണ്ടത് പറയണം. ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ ഭയപ്പെടേണ്ട. അടുത്ത പദം, വിടുവിക്കേണ്ടതിനൊരുവൻ കൂടെയുണ്ട്. അങ്ങനെങ്കിൽ ബാലനെ നിയമിച്ച നിയമനത്തിനു മുൻപിൽ, ബാല്യകാലത്തിലെ നിയമിച്ച നിയമനത്തിനു മുമ്പിൽ കൂടെ ഇരിക്കാമെന്ന് ഉറപ്പു പറഞ്ഞ സർവശക്തനായ ദൈവത്തിന്റെ മഹാകരുണ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഓരോ തലമുറകളുടെ മേലും ഉണ്ടെന്ന് ആത്മാവിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് ഒന്നും കൂടെ ഞാൻ എൻ്റെ ആമേൻ ഹല്ലേലൂയ മെസ്സേജ് വേഗത്തിൽ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ തലമുറകളെ കുറിച്ചുള്ള നിയമനങ്ങൾ തിരിച്ചറിയുക. 2, അവരെ അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുക. എക്സൽ മിനിസ്ട്രീസിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ആമേൻ. എവിടൊക്കെയോ വിളികളുള്ളതും, എവിടൊക്കെയോ തിരഞ്ഞെടുപ്പുകളുള്ളതും, എവിടൊക്കെയോ ദൗത്യമുള്ളതും, എവിടൊക്കെയോ അഭിഷേകമുള്ളതുമായ അനേക തലമുറകൾ ഒളിച്ചു കിടക്കുമ്പോൾ, മറഞ്ഞു കിടക്കുമ്പോൾ, മാറിക്കിടക്കുമ്പോൾ, ആമേൻ, സംസ്ഥാനത്തിന്റെ ഓരോ ജില്ലകളിലും ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ചിലരെ ഉണർത്തിയെടുത്തുകൊണ്ട് അവരിലൂടെ അടുത്തൊരു തലമുറയെ ആത്മമണ്ഡലത്തിൽ പ്രയോജനകരമാക്കി ദൈവരാജ്യത്തിന്റെ മഹത്വമാക്കി നിർത്താൻ ദൈവം ഒരുക്കുന്ന വഴികൾക്കായി സ്തോത്രം. ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുകയാണ് ഇതൊരു ആത്മനിയോഗത്തിന്റെ പ്രാർത്ഥനയാണ്. ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുകയാണ് ഇത് അടുത്തേതോ തലമുറകളെ എഴുന്നേൽപ്പിക്കുകയാണ്. എത്ര പേര് ഇത് ഉൾക്കൊള്ളുന്നു എനിക്കറിയത്തില്ല. പക്ഷേ ഒരു സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞ് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതിന്റെ റിസൾട്ട് രാജ്യത്തിൽ ചില പ്രവാചകന്മാർ എഴുന്നേൽക്കും. ഇരമ്യാവ് എഴുന്നേറ്റതുപോലെ, അവൻ യെശയ്യാവ് എഴുന്നേറ്റതുപോലെ, ദാനിയേൽ പ്രാർത്ഥനയുടെ മുറി ഒരുക്കിയതുപോലെ, അവൻ ഏലിയാവും എലീശയും ഒക്കെ ദൗത്യങ്ങൾ ഏറ്റെടുത്ത്, നിയമനങ്ങൾ ഏറ്റെടുത്ത് പ്രകൃതിയെ പോലും പിടിച്ചു നിർത്തിയതുപോലെ യോശുവയെ പോലെ ചിലർ ആത്മാവിൽ എഴുന്നേൽക്കുന്നതിന് ഈ പ്രാർത്ഥന മൂവ്മെന്റ് ഒരു മുഖാന്തരം
മുഖാന്തരമാകും എന്നൊരു ദൈവശബ്ദത്തോടുകൂടെ ഞാൻ എൻ്റെ ഈ മെസ്സേജിനെ അവിടുന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. എന്നെ കേൾക്കുന്ന തലമുറകളോട് ഒരു വാക്കുകൂടെ ആത്മാർത്ഥമായി പറയാ, നിങ്ങളെ കരുതാൻ ആരും ഉണ്ടായിരിക്കത്തില്ല, നിങ്ങളെ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ ആരും ഉണ്ടായിരിക്കത്തില്ല, നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാൻ പ്രോത്സാഹന വാക്കുകൾ പറയാൻ ആരും ഉണ്ടായിരിക്കത്തില്ല. പക്ഷേ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ, ഗർഭത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുൻപേ നിയമനം തന്നും വിശുദ്ധീകരിച്ചും അറിഞ്ഞും നമ്മെ കൊണ്ട് നടക്കുന്ന ഒരുവനുണ്ട്. അവൻ ഒരു വാക്ക് അവസാനം പറഞ്ഞു നിർത്തുകയാണ്, ഞാൻ നിന്നെ വിടുവിക്കേണ്ടതിന് നിന്റെ കൂടെ ഉണ്ടാകും, ഞാൻ നിന്നെ നടത്തേണ്ടതിന് നിന്റെ കൂടെ ഉണ്ടാകും. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ണുകൾ ദൈവസന്നിധിയിൽ അടയ്ക്കാം. ദൈവം വെറുതെ ഒരു തലമുറയെ തന്നതല്ല, ദൈവം വെറുതെ ഒരു അടുത്ത തലമുറയെ അവൻ എഴുന്നേൽപ്പിക്കുകയല്ല. അവൻ ഈ കാലഘട്ടം മാറി അടുത്തൊരു കാലഘട്ടം വെറുതെ വരികയല്ല, ദൈവത്തിൻ്റെ ദൗത്യങ്ങൾ വെളിപ്പെട്ടു വരികയാണ്. അതുകൊണ്ട് നിയമനങ്ങളെ മാതാപിതാക്കൾ തിരിച്ചറിയട്ടെ. തലമുറകളെ കുറിച്ചുള്ള നിയമനങ്ങൾ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ നിയമനങ്ങൾ തിരിച്ചറിയുക. ദൈവം അതിൽ ശക്തമായി നിങ്ങളെ ആത്മതലത്തിൽ ഉപയോഗിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് അവിടുന്ന് പ്രാർത്ഥിച്ച്, എനിക്കിതിനായി അവസരമൊരുക്കി തന്ന എക്സൽ മിനിസ്ട്രീസിനോടുള്ള എല്ലാ സ്നേഹവും നന്ദിയും കടപ്പാടും ഓർപ്പിച്ച് ഒരു വലിയ നിയമനത്തിൽ വിശ്വസ്തയോടെ നിൽപ്പാൻ, വിശുദ്ധിയോടെ നിൽപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ താണിരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വളരെ നല്ല നിമിഷങ്ങൾ കർത്താവ് നമുക്ക് നൽകിയല്ലോ. മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ സഹായിച്ചു. കോഴിക്കോട് ജില്ലയ്ക്കായി പ്രാർത്ഥിക്കുവാൻ, കർത്താവിനെ ആരാധിക്കുവാൻ, നമുക്ക് വിവിധ ഇടങ്ങളിൽ നിന്ന് ഒരുമിച്ച് ദൈവനാമത്തിൽ കൂടുവാൻ കർത്താവ് സഹായിച്ചല്ലോ. ഓൺലൈനിൽ ഈ കേൾക്കുന്ന സന്ദേശം വിവിധ ഇടങ്ങളിലേക്ക്, വിവിധ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമല്ലോ. അത് അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ ഒരു വേല കൂടിയാണല്ലോ. നിങ്ങളുടെ ഏതെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. വരുന്ന നാളുകളിൽ നമുക്ക് ഒരുമിച്ച് കുഞ്ഞുങ്ങൾക്കായി, തലമുറകൾക്കായി, നമ്മുടെ ജില്ലകൾക്കായി, ഓരോ കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇന്ന് ഞങ്ങൾ കേട്ട സന്ദേശങ്ങൾക്കായി, ഞങ്ങൾ പ്രാർത്ഥിച്ച ഓരോ വിഷയങ്ങൾക്കായി, ഞങ്ങളുടെ കൂടെ പ്രാർത്ഥനയിൽ കൈകോർത്ത ഓരോ പ്രിയപ്പെട്ടവർക്കുമായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ഉണ്ടല്ലോ. അവിടുന്ന് ആ മറുപടികൾ ഞങ്ങളുടെ കരങ്ങളിൽ നൽകുന്നതിന് നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം കോഴിക്കോട് ജില്ലയിലെ ഓരോ കുടുംബങ്ങളുടെ മേൽ, കേരളത്തിലെ എല്ലാ ജില്ലകളുടെ മേലും, ഭാരതത്തിലെ ഓരോ സംസ്ഥാനങ്ങളുടെ മേൽ, ലോകരാജ്യങ്ങളുടെ മേൽ ഇന്ന് മുതൽ എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു.